അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അത് പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇറാന് നേരെ. ഇനി ഇറാന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് അറിയുവാൻ ബാക്കിയുള്ളത്. അതേസമയത്ത് തന്നെ ഇറാനിൽ നിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള മുൻകരുതൽ ഇസ്രായേലിലും വന്നിരിക്കുകയാണ്. ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പതിവുള്ളതാണ്. അലാറം മുഴങ്ങിയത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക വിവരം? സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ. തീർച്ചയായും ഇപ്പോൾ അമേരിക്ക കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു തങ്ങളുടെ യുദ്ധവിമാനങ്ങളും ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ള കാര്യത്തിൽ. അതായത് ഇസ്രായേലിനൊപ്പം സംയുക്തമായി അമേരിക്കൻ വിമാനങ്ങളും ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയത്തുള്ള ഖമേനി ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു. ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയ പശ്ചാത്തലം കൂടി ഇപ്പോൾ നമുക്ക് പുറത്തുവരുന്നുണ്ട്. ഒപ്പം ടെഹ്റാനിലെ വിമാനത്താവളത്തിലും ആക്രമണമുണ്ടായി എന്നുള്ള വിവരം പുറത്തുവരുന്നു. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചേക്കാം എന്നുള്ള മുന്നറിയിപ്പും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. 10 മുതൽ 15 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ തങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. US അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി ചേർന്നുള്ള സഹകരണത്തിലാണ്. ഈ ആക്രമണത്തിന്റെ അവസാനം തങ്ങളുടെ ടാർഗറ്റ് വളരെ കൃത്യമായി തങ്ങൾ അച്ചീവ് ചെയ്യും എന്നും അമേരിക്ക കൃത്യമായി പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഓപ്പറേഷൻ സിംഹഗർജനം, ലയൺസ് റോർ എന്ന പേരിലുള്ള ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓപ്പറേഷൻ സിംഹഗർജനം, ലയൺസ് റോർ എന്നാണ് ഈ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടക്കുന്ന ഈ ഓപ്പറേഷൻ 2 to 3 വീക്സ് എന്നുള്ള നിർദ്ദേശം കൂടി വരുന്നുണ്ട്. ഇത് ചേരുമ്പോൾ ഒമാനിലും ഖത്തറിലും അടക്കം നടന്ന നമുക്കറിയാം സമാധാന ചർച്ചകൾ നടന്നിരുന്നു. ഇതിൽ പൂർണ്ണമായും അയത്തുള്ള ഖൊമേനി നിസ്സഹകരിച്ചിരുന്നു. ഈ നിസ്സഹകരണം US-നെ ചൊടിപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ തങ്ങളെ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന 3ാം ഘട്ട ചർച്ച, അതിലും പരാജയം സംഭവിച്ചു. അമേരിക്കയുടെ ഒരു തരത്തിലുള്ള ആവശ്യങ്ങളോടും നീതിയുക്തമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആരുമുണ്ടായിരുന്നില്ല. അസംതൃപ്തരായ US ഉദ്യോഗസ്ഥർ രാജ്യം വിട്ടു പോകുന്ന പശ്ചാത്തലമുണ്ടായി, ഖത്തർ വിട്ടുപോകുന്ന പശ്ചാത്തലമുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ ആക്രമണത്തിന് കാര്യങ്ങൾ എത്തിച്ചത്. US കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ട്രംപ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഏത് നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ ആക്രമണത്തിലേക്ക് പോയത്. ഇസ്രായേലാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വാർത്തകൾ. പക്ഷേ ഇസ്രായേലിനൊപ്പം അമേരിക്കൻ പോർ വിമാനങ്ങളും ടെഹ്റാനെ ആക്രമിക്കാൻ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വരുന്ന 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന ബോംബിംഗ് അത് ഒരു 12 ദിവസത്തെ യുദ്ധത്തിന് സമാനമായിരിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നറിയിപ്പ്. അത്രത്തോളം തീവ്രമായ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരിച്ചടി, ഈ അടി ഏത് നിമിഷവും ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു. അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങളും മറ്റും ഒരുക്കിയിരുന്നു. പക്ഷെ നമുക്കറിയാം ഇറാന്റെ സംവിധാനങ്ങൾ തുലവും പരിമിതമാണ്. റഷ്യയും ചൈനയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇറാനെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനും അവർക്കും ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ഏതാണ്ട് 2003-ലെ ഇറാഖ് യുദ്ധത്തിന് സമാനമായി എല്ലാ ആയുധങ്ങളും പശ്ചിമേഷ്യയിൽ അമേരിക്ക കോപ്പുകൂട്ടിയിരുന്നു, അത്തരത്തിൽ എത്തിച്ചിരുന്നു. ലോകത്തിലെ 2 പ്രധാനപ്പെട്ട വലിയ പടക്കപ്പലുകളടക്കം അവിടെ എത്തിച്ചാണ് അമേരിക്ക നേരത്തെ മുതൽ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ കരയുദ്ധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്ക കടക്കുമെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംയുക്തമായ ഈ ആക്രമണത്തിൽ ഇറാന്റെ എല്ലാ മേഖലകളെയും ഒരുപോലെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക പോകും. ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങൾ മാത്രമാണ്. അത് ഇറാനിയൻ ഇന്റലിജൻസ് മിനിസ്ട്രിയാണ് 1, 2 ഇറാന്റെ ഡിഫൻസ് മിനിസ്ട്രിയാണ്, 3 സുപ്രീം ലീഡർ ഓഫ് ഖമേനിയുടെ ഓഫീസാണ്, 4 ഇറാൻ അറ്റോമിക് എനർജി ഏജൻസി. ഈ 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അവർ ഇസ്രായേലിനെയോ അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളെയോ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആക്രമണത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇതിനകം US നൽകുന്ന ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ജുഷ. അത് ഏത് നിമിഷവും അത്തരത്തിൽ സംഭവിച്ചേക്കാം. ഇറാൻ അടങ്ങിയിരിക്കില്ല, വെറുതെ ഇരിക്കില്ല. ഇറാന് ചില അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്, റഷ്യയുടെ പിന്തുണയുണ്ട്, ചൈനയുടെ മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ നീക്കം ലോകരാജ്യങ്ങൾ സാഗൂതം വീക്ഷിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വലിയ ആക്രമണത്തിലേക്ക് പശ്ചിമേഷ്യ പോകുമെന്നുള്ള വിവരങ്ങൾ കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. ഏതായാലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് US മുന്നോട്ട് പോകുന്നത്. ഇറാൻ ആ തരത്തിൽ ആക്രമണം നടത്തിയാൽ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കും.
ഖമേനി അടക്കമുള്ള ലോക നേതാക്കളെ പുറത്തെത്തിക്കും, പിടിച്ച് US-ലെത്തിക്കും എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ ട്രംപ് നൽകിയിരുന്നു. അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടന്നാൽ, ഇസ്രായേലിന്റെ സഹായം കൂടി ഉണ്ടായാൽ ഏറ്റവും വലിയ ഒരു അറ്റാക്കിലേക്ക് അതിന് ഇറാൻ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മഞ്ജുഷ്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആക്രമണം ലക്ഷ്യമിട്ടത് 4 ഇടങ്ങളിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഇസ്രായേലിലും അവിടെ വ്യോമഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. അതൊരു മുൻകരുതലാണ്. തുടക്കത്തിൽ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് ഇതൊരു മുൻകരുതൽ ആക്രമണം എന്നുള്ളതാണ്, പ്രിഎംപ്റ്റീവ് അറ്റാക്ക് എന്നുള്ളതാണ് ആദ്യം ഇസ്രായേൽ പറഞ്ഞത്. പക്ഷേ ഇത് ആഴ്ചകൾ നീണ്ടു നിന്നേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരികയാണ്. ഇറാനിൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും ഉണ്ട്. അപ്പോൾ ഇനി ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, മധ്യേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. മുൻപ് ഇറാൻ ഇതിന് തയ്യാറെടുത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ കൂടി വരുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നേരത്തെ യുദ്ധത്തിന്റെ ഒരു സൂചന നൽകിയിരുന്നില്ല. JD വാൻസ് പറഞ്ഞിരുന്നത് ഇത് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ട്രംപ് ഒരു തീരുമാനം എടുക്കും എന്നുള്ള കാര്യവും ഉണ്ടായിരുന്നു. മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കുന്നതിനിടെ തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടതാണ്. അതേ സമയത്ത് തന്നെയാണ് ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ് അതിവിടെ നടന്നിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാ എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ഖമനേയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ എപ്പോഴൊക്കെ ആക്രമണം ഉണ്ടാകുമോ അപ്പോഴൊക്കെ ഇറാൻ ആദ്യം ചെയ്തിരുന്നത് തങ്ങളുടെ പരമോന്നത നേതാവിനെ സുരക്ഷിതനാക്കുക എന്നുള്ളതാണ്. അത് തന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുകയാണ്. ഖമനേയി സുരക്ഷിതൻ എന്നുള്ളതാണ് ഇപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് സുരക്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലും ഇതേ രീതിയിലുള്ള സുരക്ഷാ നിർദ്ദേശമുണ്ട്. കാരണം ഇസ്രായേലിലും ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നുണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ അവിടെയും ബങ്കറുകളിലേക്ക് ആളുകൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലാറം മുഴങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ടെഹ്റാൻ വിമാനത്താവളം തകർത്തു ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉഗ്രമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയിരിക്കുന്നത്. പ്രസിഡൻഷ്യൽ കോമ്പൗണ്ടിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഖമനേയുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് മിസൈൽ പതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഖമനേയി സുരക്ഷിതനാണ് എന്നുള്ള കാര്യവും ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിസ്സാരമല്ല ഈ ആക്രമണം. ഏകപക്ഷീയമായിരുന്നു ആക്രമണമെങ്കിലും അതൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിന്റെ സൂചന കാണുന്നു. ഇറാന്റെ പ്രതികരണമാണ് ഇനി അതിനിർണായകമായി ഇരിക്കുന്നത്. മുൻകരുതൽ ആക്രമണം എന്ന് പറയുമ്പോഴും ഇത് വെറുമൊരു മുൻകരുതൽ ആക്രമണമല്ല. അതിനും അപ്പുറത്ത് ഇറാനെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.